അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തോടുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത തോടുള്ള ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 കപ്പ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ തോടില്ലാത്ത മുഴുവൻ ഉഴുന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 കപ്പ് ഇട്ട് കൊടുത്താൽ മതിയാകും. നമ്മളിത് കഴുകി വൃത്തിയാക്കി ഇതിന്റെ തോടെല്ലാം മാറ്റിയ 1 കപ്പേ ഉണ്ടാവുള്ളൂ. ഇതിൽ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് കുതിർക്കാൻ വെക്കാം. നല്ലോണം വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കാം. മുഴുവൻ ഉഴുതാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. ഒരു 8 മണിക്കൂർ ഇത് മൂടി വെച്ച് കുതിർക്കാൻ വേണ്ടി വെക്കാം. കുതിർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി ഇതിൻ്റെ തോടെല്ലാം മാറ്റി നല്ല ക്ലിയർ ആയിട്ട് എടുക്കാം. ഇപ്പോൾ 7 മണിക്കൂർ ഇതാ ഉഴുന്ന് കുതിർത്തതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം മാറ്റി ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴുകേണ്ട ആവശ്യമില്ല. ക്ലീൻ ചെയ്തപ്പോൾ തന്നെ 2-3 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുക്കുന്ന ഉഴുന്ന് സാധാരണ തൊലിയില്ലാത്ത ഉഴുന്നാണെന്നുണ്ടെങ്കിൽ 2-3 വെള്ളം കഴുകിയിട്ട് വേണം കുതിർക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ പകുതി ഭാഗത്തോളം ഉഴുന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം മാറ്റിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ പകുതി ഭാഗത്തോളം ഇതാ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മയത്തിൽ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഒരുമിച്ച് വെള്ളം ഒഴിക്കാതെ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഈ ഉഴുന്ന് ചൂടാവാൻ പാടില്ല. ചൂടാവാത്ത രീതിയിൽ നിർത്തി വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. ഇനി നമ്മൾ അരച്ചെടുത്ത ഉഴുന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ ഒട്ടും ചൂടാവാത്ത രീതിയിൽ നിർത്തിയിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. നല്ല മയത്തിൽ അരച്ചെടുക്കുക. ഇനി കുറച്ച് സമയം ഇത് മൂടി വെച്ച് ഫ്രിഡ്ജിൽ വെക്കും. നല്ലോണം ഒന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 7 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസ് 7 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവില്ലാത്തത് കൊണ്ടാണ് 7 പച്ചമുളക് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി പച്ചമുളക് എടുത്താൽ മതിയാകും. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഇത് പെട്ടെന്ന് അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉഴുന്ന് അരച്ചെടുത്ത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സെറ്റായി കിട്ടും. നമ്മൾ കൈ നനച്ചിട്ട് ഇതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ റവയോ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇടിയപ്പം അപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ല വറുത്ത പച്ചരിപ്പൊടി വേണം ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണ് ഇത് കിട്ടിയിട്ടുള്ളത്. വേണ്ടത് ഇതുപോലെ ചോറ്റ് പാത്രത്തിൻ്റെ അടപ്പുണ്ടെങ്കിൽ അതെടുക്കുക. ചെറിയ അടപ്പ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ കർച്ചീപ്പോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഈ ഭാഗത്ത് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അതുപോലെ കൂട്ടിപ്പിടിച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അതുപോലെ ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനൊരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ പുറത്ത് മാവ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എണ്ണയിൽ വീണ് കിട്ടും. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട, ഒരു മീഡിയം സൈസ് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കൈവച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ നേരത്തെ ഉഴുന്ന് അരച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കാം. ഇനി നമ്മൾ കോട്ടൺ തുണി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടല്ലേ, ഇത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറത്താണ് ഉഴുന്നിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ പുറത്ത് ഉഴുന്നരച്ചത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് എണ്ണയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വീണ് കിട്ടും, നമുക്ക് കൈയൊന്നും പൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഓരോ പാനിന്റെ വലുപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതുപോലെ മാവൊന്ന് ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാകും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒറ്റ പ്രാവശ്യം തുണി ഒന്ന് നനച്ചു കൊടുത്താൽ മതിയാകും. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ കൈ നനയ്ക്കുന്നത് പോലെ വീണ്ടും നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരട്ടെ, ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈസിയാണ്, നമുക്ക് കൈ പൊള്ളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു ഗോൾഡൻ നിറം ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നല്ലൊരു ഗോൾഡൻ നിറാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പൊ നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പൊ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് കൈ പൊള്ളേണ്ട ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൈയൊന്നും പൊള്ളില്ല. ഇപ്പൊ കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. ഇപ്പൊ നല്ല ചൂടാണ്. ഇപ്പൊ കണ്ടില്ലേ, പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്